ശരീര സൗന്ദര്യം നിലനിർത്താൻ ആയുർവേദത്തിൽ പല മാർഗങ്ങളുണ്ട്. നിറമുള്ളവർക്കും നിറമില്ലാത്തവർക്കും അല്പം കൂടി നിറം മുഖത്തുണ്ടായിരുന്നുവെങ്കിൽ എന്നായിരിക്കും ചിന്ത. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിറം കുറയുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. വെയിൽ കൊള്ളുന്നതാണ് ഒരു പ്രധാന കാരണമെന്നാൽ പലപ്പോഴും സ്വാഭാവിക നിറം വീണ്ടും കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില പൊടിക്കൈകൾ ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് അറിയുന്ന വഴികൾ തന്നെയാണെങ്കിലും ഇവയൊന്നും പരീക്ഷിക്കാനോ അതിന് സമയം കണ്ടെത്താനോ പലരും തയ്യാറാകുന്നില്ല. ഇതാണ് സത്യം. ചെറുനാരങ്ങ ബ്ലീച്ചിൻ്റെ ഗുണം തരുന്ന ഒന്നാണ്. പകുതി ചെറുനാരങ്ങ എടുത്ത് മുഖത്ത് മസാജ് ചെയ്യുന്നത് അല്പനേരം കഴിഞ്ഞ് കഴുകിക്കളയുന്നതും നല്ലതാണ്. കൂടാതെ ചെറുനാരങ്ങ നീര് തേനും ചേർത്ത് മുഖത്ത് പുരട്ടുന്നതും നല്ലത് തന്നെ. പുളിച്ച തൈര് മുഖത്ത് പുരട്ടുന്നതും നിറം വർദ്ധിപ്പിക്കും. മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും ഇത് നല്ലതാണ്. തേൻ, തക്കാളി നീര്, പാൽപ്പാട എന്നിവയും മുഖത്തിന് നിറം വർദ്ധിപ്പിക്കുന്ന വഴികളാണ്. അതുപോലെ സ്വർണം പോലെ ശോഭിക്കാൻ മഞ്ഞൾ അത്യുത്തമമാണ്. പണ്ടുകാലം മുതലേ മഞ്ഞൾ പ്രാധാന്യമുള്ള ഒന്നായി ഇതിനുപയോഗിച്ചിരുന്നു. ചർമ്മം തിളങ്ങുന്നതിനും മുഖക്കുരുവിൽ നിന്ന് രക്ഷ നേടാനും മഞ്ഞൾ ഉപയോഗിക്കുന്നത് അത്യുത്തമമാണ്. ഇതുമാത്രമല്ല, മുഖത്തെ പാടുകൾ മായുന്നതിനും മഞ്ഞൾ ഗുണം ചെയ്യും. മികച്ച അണുനാശിനി കൂടിയാണ് മഞ്ഞൾ. ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങൾ അകറ്റി നിർത്താനും ചർമ്മം ശുദ്ധമായിരിക്കാനും സഹായിക്കുന്ന മഞ്ഞൾ തന്നെയാണ് ബെസ്റ്റ് ഫേസ് മാസ്ക്. തിളങ്ങുന്ന ചർമ്മം ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ പലപ്പോഴും ബ്യൂട്ടി പാർലറുകൾ കയറി ഇറങ്ങുന്നവരും ഒട്ടും കുറവല്ല. എന്നാൽ ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാം. പല ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ടെങ്കിലും ശരിയായ രീതിയിലുള്ള പോഷകം ലഭിക്കാത്തതാണ് പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കും കാരണം. ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ എന്തൊക്കെ പോഷകങ്ങളടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്ന് നമുക്ക് നോക്കാം. സിലിക്കൺ അടങ്ങിയ ഭക്ഷണം ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താൻ സഹായിക്കുന്നതാണ്. കാബേജ്, ആപ്പിൾ, ഉള്ളി, തക്കാളി, വെള്ളരി തുടങ്ങിയ പച്ചക്കറികൾ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയാൽ ഇത് ധാരാളമായി. പൊട്ടാസ്യം കൺതടങ്ങളിലെ കറുപ്പ് മാറ്റാൻ സഹായിക്കുന്നു. കിവി, ആപ്രിക്കോട്ട്, ഈന്തപ്പഴം, പഴം എന്നിവയാണ് പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ. സിങ്ക് മുഖക്കുരുവിനും മുഖത്തും ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾക്കും ഇല്ലായ്മ ചെയ്യുന്നതിന് നല്ലതാണ്. ചർമ്മത്തെ സംരക്ഷിക്കുന്ന തണ്ണിമത്തൻ, മത്തങ്ങാക്കുരു തുടങ്ങിയവ ഇതിന് വളരെ പ്രയോജനം ചെയ്യും. ചർമ്മം മനോഹരമായിരിക്കാൻ നമ്മുടെ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന മറ്റൊന്നാണ് തേൻ. ഒരു ഫേസ് മാസ്കായി തേൻ ഉപയോഗിക്കാം. കോസ്മെറ്റിക് ഉപയോഗിക്കാതെ തന്നെ തിളക്കമുള്ള ചർമ്മം നിങ്ങൾക്കും സ്വന്തമാക്കാം. ോളം എത്തുന്ന മുടിയഴകിൻ്റെ കഥ പറയാത്ത മുത്തശ്ശിമാരുണ്ടാവില്ല. ഇടതൂർന്ന മുടിയായിരുന്നു സൗന്ദര്യത്തിൻ്റെ പ്രതീകം. മുടിയുടെ വളർച്ചയ്ക്ക് നെല്ലിക്ക, ബീറ്റ്റൂട്ട് ഇവ കഴിക്കുന്നത് ഗുണപ്രദമാണ്. ഭക്ഷണക്രമത്തിൽ നെല്ലിക്കയ്ക്കും ഇടം കൊടുത്തോളൂ. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും പോഷക ഘടകങ്ങളും മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുകയും മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് മിക്ക ചെറുപ്പക്കാരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അകാല നര. ഇതിൽ നിന്ന് രക്ഷ നേടാൻ കണ്ണിൽ കണ്ട ഹെയർ കളറുകളും ഡൈയും ഉപയോഗിച്ച് മുടി നശിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. സുലഭമായി ലഭിക്കുന്ന കാരറ്റ് ഉപയോഗിച്ചാൽ മാത്രം മതി. ദിവസവും കാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് തലമുടിക്കും ശരീരത്തിനും ഉത്തമമാണ്. അകാലനര ബാധിക്കുന്നതിനെ തടയുക. കണ്ണുകളുടെ ആരോഗ്യത്തിനും ഇത് സഹായിക്കുന്നു. ആയുർവേദം ചർമ്മ സംരക്ഷണത്തിനായി നിരവധി കാര്യങ്ങൾ അനുശാസിക്കുന്നുണ്ട്. ആയുർവേദ ചിട്ടകൾ നിത്യേന ശീലിക്കുന്നതിലൂടെ ആ മാറ്റങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. ചർമ്മ സൗന്ദര്യത്തിൽ ഏറ്റവും പ്രാധാന്യം വൃത്തിയാണ്. ശാരീരികവും മാനസികവുമായ ശുചീകരണം ചർമ്മ സംരക്ഷണത്തിൽ ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങളെ വിസർജിക്കുന്ന അവയവം കൂടിയാണ് ത്വക്ക്. ഈ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ നിത്യവും കുളിക്കുന്നത് നല്ലതാണ്. സൂര്യൻ ഉദിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ്, അതായത് ബ്രാഹ്മമുഹൂർത്തത്തിൽ അത്യാവശ്യ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ചാൽ ഉടൻ എണ്ണ തേച്ച് കുളിക്കണം. തിരക്കുകൾ മൂലം എണ്ണ തേച്ച് കുളിക്കാൻ കഴിയാത്തവർ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കുന്നത് മുടക്കരുത്. എണ്ണ തേച്ച കുളി ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റി ജരാനരകൾ അകറ്റി അകാലത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ നിന്നും ചർമ്മത്തെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. വാതരോഗങ്ങളെയും ശമിപ്പിക്കുന്നു. ചന്ദനം, മഞ്ഞൾ, രക്തചന്ദനം എന്നിവ എല്ലാ ദിവസമോ ആഴ്ചയിൽ 1-2 ദിവസമോ മുഖത്തും ശരീരത്തും തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയത്തിന് ശേഷം കഴുകിക്കളയുന്നതും ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. രാസപദാർത്ഥങ്ങളടങ്ങാത്ത ക്രീമുകൾ പുരട്ടുന്നതാണ് നല്ലത്.
ശരീരത്തിൻ്റെ സ്വാഭാവിക സൗന്ദര്യത്തിന് രാസപദാർത്ഥങ്ങൾ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. ഔഷധങ്ങൾ ചേർത്ത് തയ്യാർ ചെയ്യുന്ന എണ്ണകൾ തേച്ച് കുളിക്കുന്നതിലൂടെ ചർമ്മത്തിൻ്റെ നിറവും അഴകും വർദ്ധിപ്പിക്കുന്നു. താഴെ പറയുന്ന എണ്ണകൾ ഉപയോഗിക്കാവുന്നതാണ്. 15-20 മിനിറ്റ് വരെ ഇവ തേച്ചിരുന്ന ശേഷം കുളിക്കണം. കുട്ടികൾക്ക് ലാക്ഷാരി തൈലം, മുതിർന്ന കുട്ടികൾക്ക് നാൽപ്പാമരാതികേരം, യൗവനത്തിൽ പിണ്ണതൈലവും നല്ലതാണ്. ശരീരത്തിൽ നിന്ന് മാലിന്യം പുറത്തു പോകുന്നത് 3 വിധത്തിലാണ്: വിയർപ്പ്, മലം, മൂത്രം എന്നിവയുടെ രൂപത്തിൽ. ഇത് കൃത്യമായി പോകേണ്ടത് ശാരീരിക പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് വളരെ അത്യാവശ്യമാണ്. ഇവ അമിതമായ ശരീരത്തിൽ നിന്ന് പോകുന്നത് രോഗലക്ഷണവുമാകാം. ശരീര ദുർഗന്ധത്തിനുള്ള മുഖ്യ കാരണം വിയർപ്പും അതിൽ നിന്നുണ്ടാകുന്ന അണുബാധയുമാണ്. ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അനുസരിച്ച് പുറത്തു പോകുന്ന വിയർപ്പിൻ്റെ അളവിലും വ്യത്യാസമുണ്ടാകാം. ചില ഭക്ഷണ സാധനങ്ങൾ അവസാനം കഴിച്ചു നിർത്തിയാൽ വിയർപ്പിനൊപ്പം ആ ഭക്ഷണ സാധനത്തിൻ്റെ ഗന്ധം കൂടി അനുഭവപ്പെടാം. ഉദാഹരണമായി ഉള്ളി. തൈറോയിഡ്, അമിതവണ്ണം തുടങ്ങിയ പ്രശ്നങ്ങളും അമിത വിയർപ്പിന് കാരണമാകുന്നുണ്ട്. രോഗങ്ങളാണ് വിയർപ്പിന് കാരണമെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റേണ്ടി വരും. ശരീരത്തിൻ്റെ ഇടുങ്ങിയ ഭാഗങ്ങളിൽ ആയുർവേദ ലേപനങ്ങൾ പുരട്ടുന്നത് ദുർഗന്ധം അകറ്റി നിർത്തുന്നതിന് നല്ലതാണ്. കർപ്പൂരം, രാമച്ചം ഇവയുടെ പുക വസ്ത്രങ്ങൾക്ക് സുഗന്ധം നൽകാൻ സഹായിക്കും. പൊടിപടലങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം മൂലം പൊടിപടലങ്ങൾ രോമകൂപങ്ങളിൽ തങ്ങി നിന്ന് മുഖക്കുരു ഉണ്ടാകാം. പൊടിയുമായുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിലൂടെ ഇതിന് പരിഹാരം കാണാവുന്നതാണ്. ദിവസവും 5 പ്രാവശ്യമെങ്കിലും ശുദ്ധജലത്തിൽ മുഖം കഴുകണം. മുഖത്ത് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് മുഖക്കുരു വരാനുള്ള സാധ്യത ഇതിലൂടെ കുറച്ചു നിർത്താം. തലയിലെ താരൻ മുഖക്കുരുവിനുള്ള മറ്റൊരു കാരണമാണ്. ആയുർവേദ മരുന്നുകളിലൂടെ താരൻ്റെ ശല്യം ഒഴിവാക്കാം. താരന് വേണ്ടി സാധാരണ ചെയ്യാവുന്ന ഏറ്റവും നല്ലമായ ഒരു ഔഷധമാണ് വെൺപാല തൈലം. അതിന് വെട്ടുപാല തൈലം എന്ന് പറയും. വെട്ടുപാല എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ ഇല സൂര്യപുടം ചെയ്തെടുക്കുന്നതാണ് വെട്ടുപാല തൈലം. വെട്ടുപാലയുടെ ഇല കൊണ്ടുവന്ന് വെളിച്ചെണ്ണയിലിട്ട് 7 ദിവസം വെയിൽ കൊള്ളിച്ചാൽ മാത്രം മതി. അത് തേച്ചാൽ 100% താരൻ മാറിക്കിട്ടും. ഈ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുഖത്തിനെയാണ്. മുഖസൗന്ദര്യത്തിന് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് വളരെ വളരെ പ്രധാന കാരണമാണ്.